അങ്ങ് മറിച്ചേക്കുവാ, ലാലേട്ടൻ തിരിച്ചു വന്നേക്കുവാന്നൊക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓൾറെഡി നല്ലപോലെ പേടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സിനിമയാണ്, ഹൈപ്പ് കൊടുത്തിട്ട്, മനസ്സിലായില്ലേ? ഇതിനെപ്പറ്റി ഒന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും. നിങ്ങൾ ഭയങ്കര സംഭവമാക്കി വെച്ചേക്കുന്ന സാധനം വെറുതെ മണ്ടത്തരം പറയുന്നൊക്കെ പറഞ്ഞായിരിക്കും വെച്ചേക്കുന്നത്. ചിലരൊക്കെ പറഞ്ഞു ഭയങ്കര എന്തുകൊണ്ട് ഉറക്ക ഗുളികയെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ആരാണെന്ന് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ്. പേര് ചെകുത്താൻ എന്നാണ്. മോഹൻലാലിന്റെ ഏത് പടം ഇറങ്ങിയാലും അത് കണ്ടില്ലെങ്കിലും അത് കൊള്ളില്ല എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തി ഇദ്ദേഹം മാത്രമാണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് നേരെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിന്റെ ഒരു പടം ഇറങ്ങിയല്ലോ, എല്ലാവരും വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് എല്ലായിടത്തുനിന്നും വരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് മാത്രം, ഇദ്ദേഹം സിനിമ പോലും കണ്ടില്ലെന്ന് ഓർക്കണം, സിനിമ പോലും കാണാതെ കൊള്ളില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഈ മോഹൻലാലിനോട് ഇത്ര ദേഷ്യം വരാൻ കാരണം ഈ പണ്ടങ്കാണ്ട് നടന്നൊരു സംഭവമാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടങ്കാണ്ട് മോഹൻലാൽ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്തപ്പോൾ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാനൊക്കെ ആ സമയത്ത് സ്കൂളിൽ പഠിക്കാമെന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് ഫേസ്ബുക്ക് ആണല്ലോ ഒന്ന് കത്ത് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് മോഹൻലാലിനെ എങ്ങാണ്ട് കളിയാക്കി ഏതാണ്ട് വീഡിയോ ചെയ്യുകയോ, അത് മോഹൻലാൽ ഫാൻസ് എല്ലാം കൂടെ ഏറ്റെടുത്ത് ഇങ്ങനെ ഏറി കയറ്റി. അന്നത്തെ കാലത്ത് ഏറി കയറ്റി അല്ലാത്ത തെറിയഭിഷേകം നടത്തി എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ഏറി കയറിയ ഒരാളാണ് മോഹൻലാൽ. ഫാൻസ് എല്ലാം കൂടെ ഏറി കയറ്റിയ ഒരാളാണ് ചെകുത്താൻ. ആ ഒരു ദേഷ്യം ഇപ്പോഴും വെച്ചുകൊണ്ട് ഒരു പക്വതയില്ലാത്ത കൊച്ചു പിള്ളേരുടെ കൂട്ട് മോഹൻലാലിനോട് ദേഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ ചെകുത്താൻ. പലതവണ മോഹൻലാലിനെ ബോഡി ഷെയിം ചെയ്യാനും അങ്ങനെ ഒരുപാട് വൾഗറായ രീതിയിൽ ഒരു കാരണവുമില്ലാതെ മോഹൻലാലിനെ കളിയാക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ് ചെകുത്താൻ. ഇപ്പോഴും അത് തുടർന്നു പോകുന്നു എന്നാണ്. ഒരു നേരെന്ന് പറഞ്ഞ സിനിമ പോലും കാണാതെ ചെകുത്താൻ റിവ്യൂ ചെയ്ത് അപാരം തന്നെയാണ്. നമുക്ക് ആ റിവ്യൂ ബാക്കി കേൾക്കാം. നേരെന്ന് പറഞ്ഞ പടം ഫസ്റ്റ് ഡേ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാല് മോഹൻലാൽ ഫാൻസുകാരായിരിക്കില്ല കൂടുതൽ ഈ പടം കാണാൻ കയറിയിരിക്കുന്നത്. അപ്പൊ അവരിറങ്ങി വരുമ്പോൾ പറയുന്നത് ഭയങ്കര സിനിമയാണ്, അങ്ങ് മറിച്ചേക്കുവാ, ലാലേട്ടൻ തിരിച്ചു വന്നേക്കുവാന്നൊക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്നുണ്ട് കൂട്ടുകാരോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു, ഇതെന്തോ കണ്ടോന്ന് ചോദിച്ചപ്പോ അവർ ഇല്ലില്ല 2 ദിവസം കഴിഞ്ഞ കാണുന്നുള്ളത്. അതെന്തോ ഒരു വിശ്വാസം ഇല്ല അതൊക്കെ പറഞ്ഞിട്ട്. ഇനി അഥവാ പടം കൊള്ളാമോ ഇല്ല എന്നുള്ള പോലും അവരൊരു 3 ദിവസം, ചിലർ ഒരാഴ്ചയൊക്കെ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് കണ്ടോളാം, ധൃതി ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നേ. അതൊരു കഷ്ടം കേട്ടോ. ഫാൻസുകാർ തന്നെ നാളെ മറ്റന്നാളെ കയറേണ്ടി വരും. കുറെ ആൾക്കാർ അങ്ങനെ നോക്കിയിരിപ്പുണ്ട്, കുറച്ചുകൂടി കൊള്ളാവുന്ന ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ടേ. ഈ ഫസ്റ്റ് ഡേ ഒന്നും അങ്ങനെയുള്ള ഒരു വരത്തില്ലല്ലോ ഈ മോഹൻലാലിന്റെ അവിടെ അല്ലേ. മാത്രമല്ല 5000 ഫാൻസിന്റെ അടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറെ ചടങ്ങൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നല്ലപോലെ പേടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സിനിമയാണ്, ഹൈപ്പ് കൊടുത്തിട്ട്, മനസ്സിലായില്ലേ? ഇതിനെപ്പറ്റി ഒന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും. നിങ്ങൾ ഭയങ്കര സംഭവമാക്കി വെച്ചേക്കുന്ന സാധനം വെറുതെ മണ്ടത്തരം പറയുന്നൊക്കെ പറഞ്ഞായിരിക്കും വെച്ചേക്കുന്നത്. ചിലരൊക്കെ പറഞ്ഞു ഭയങ്കര എന്തുകൊണ്ട് ഉറക്ക ഗുളികയെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ. അത് ചിലർ അങ്ങനെ വന്ന് ഇറങ്ങി പറയുന്നുണ്ട്. അവര് ക്യാമറ വന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അല്ല ഫസ്റ്റ് ഹാഫ് പോരാ അങ്ങനെയൊക്കെ പറഞ്ഞു, സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അതും ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു. അതെ, സിനിമ കൊള്ളില്ലെന്നും സിനിമ ഉറക്കുകുളിയാണെന്നും ഒക്കെ പറഞ്ഞവർ ക്യാമറ ഒന്നും പറഞ്ഞില്ല. അവരൊക്കെ പേഴ്സണലി ചെകുത്താനെ വിളിച്ച് പറയുകയായിരുന്നു. ഇതൊക്കെ അടുത്തറിയാവുന്ന ആളാണ് ചെകുത്താൻ. അതല്ല ഇത്രയ്ക്ക് ഉറപ്പിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. സിനിമ പോലും കണ്ടില്ലാതെ ഓർക്കണം. പണ്ടങ്ങാണ്ട് മോഹൻലാൽ ഫാൻസ് ഏറി കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു സിനിമയായിട്ട് പോലും അതിനെ എങ്ങനെ മോശം പറയുന്ന ഇയാളുടെ പക്വതക്കുറവിനെ എന്താ പറയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ശരിക്കും മിക്സ്ഡ് ആണ് അഭിപ്രായം. പക്ഷെ അത് 2 ദിവസം കഴിയണം റിയല് വരണമെന്നുണ്ട്. ചിലപ്പോൾ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തൊന്ന് വരാം നമുക്ക്. പിന്നെ ഇനി ഒരു കോക്കിന്റെ റിവ്യൂ ഉണ്ട് വൈകിട്ട്. കോക്കിന്റെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഒരുമാതിരിപ്പെട്ട പോകും. കോക്ക് വല്ല മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഇത് മുഴുവനും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോഹൻലാൽ പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കത്തില്ല. അല്ലെങ്കിൽ കോക്കിനോടൊക്കെ ചെന്ന് പറ, നിങ്ങളൊക്കെ നല്ല പറയാൻ പറയണം കേട്ടോ, മോശം പറയരുത് കോക്കെ, ഞങ്ങൾ ഇത്രയും പേര് നല്ല പറഞ്ഞേക്കുന്നത്. കോക്കിന് പിന്നെ അങ്ങനൊന്നും ഇല്ല. കോക്കുള്ളാരും പറയും കോക്കിന് ഇഷ്ടപ്പെട്ട കോക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും, ഇഷ്ടപ്പെട്ടില്ല കോക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും പറയും. പിന്നെ ഇത്രയും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന പടം ആയതുകൊണ്ട് നല്ല പറയണമെന്നൊരു നിർബന്ധവും കോക്കിനില്ലെന്നുള്ളത്. കാതൽ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി വൻ ഹൈപ്പ് അടിച്ച് മമ്മൂട്ടി ഫാൻസും അല്ലാത്തവരെല്ലാം ഇഷ്ടപ്പെട്ടു. മറ്റേ പുരോഗമനവാദികളായ സകല മനുഷ്യരും പുരോഗമിച്ച് അങ്ങ് എന്താ പറഞ്ഞ അങ്ങോട്ട് കയറി നിന്നപ്പോ കോക്ക് പറഞ്ഞ എന്തുവാ കൊള്ളത്തില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ ഇതും പറയും. അത്രേ ഉള്ളൂ. കോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതിയൊക്കെ ഞാൻ വിശ്വസിക്കും, മൊത്തം വിശ്വസിക്കത്തില്ല. അത് വേറെ കാര്യം. നിങ്ങളപ്പോ ബാക്കിയുള്ളവർക്ക് ഇനി അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ അത് രാത്രിയിലെ വരത്തുള്ളൂ. കോക്ക് ഒരു ടൈം ഉണ്ട് കോക്കിന്. അതുവരെ ആൾക്കാർ ഇപ്പൊ നോക്കിയിരിക്കും കോക്കിന്റെ ഒന്ന് കേട്ടിട്ട് പോവാ. എന്തല്ലേ ഇത്രയും മണ്ടന്മാരെ കൊണ്ടൊന്ന് നിർത്തണ്ട. ഈ തിയേറ്റർ റെസ്പോൺസ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ആ കോക്ക് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇവരുടെയൊക്കെ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ആര് വരാന്? ഈ തീട്ടങ്ങളെല്ലാം എന്താണല്ലോ അവിടെ വരും. അതിനെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? മോഹൻലാൽ ഈ ഫാൻസ് നടക്കുന്നതിലൊക്കെ എന്നും തിയേറ്ററിലൊക്കെ തന്നെ ഉണ്ട് ഈ പടമൊക്കെ വരുമ്പോൾ. പക്ഷെ ഇതല്ല വേണ്ടത്. അടുത്തത് വരും, നാളെ അറിയാം വിവരം. അത് ഈ പറഞ്ഞ ആള് പറയുന്നത് എനിക്ക് വേഗം പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ കാണുന്നതിന് ചുമ്മാ പറഞ്ഞേ കേട്ടോ. കാരണം 2 അഭിപ്രായം ഉണ്ട്. പൊട്ട ഫാൻസ് പറയുന്നത് കേട്ടിട്ടൊന്നും നിൽക്കണ്ട. വേഗം കോക്കിനെ കൺവിൻസ് ചെയ്യും. എല്ലാവരും ചെന്ന് കാല് പിടിക്ക്, കോക്കെ നെഗറ്റീവ് പറയല്ലേ. കാരണം ഓൾറെഡി കുറെ പേര് മോശം പറയുന്നുണ്ട്. ഞങ്ങളൊന്ന് തള്ളി ഒരു പരുവത്തിന് വെച്ചേക്കുക. അത് നശിപ്പിക്കും. കോക്കാണല്ലോ കോടതി. കോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ സിനിമ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരൊക്കെ മണ്ടന്മാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം സിനിമ റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ സിനിമ കാണാൻ പോകരുതെന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം സിനിമ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വരാം. അപ്പോൾ കോക്കിന്റെ റിവ്യൂ മാത്രം കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്ന ആൾക്കാരോട് നിങ്ങളൊക്കെ മണ്ടന്മാരാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കോക്കിന്റെ റിവ്യൂ പക്ഷേ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ കോക്കിന് ഇഷ്ടപ്പെടാത്ത പടങ്ങളൊക്കെ ആണെങ്കിൽ അവരെ പോലൊക്കെ വേഷം കെട്ടി വന്നിരുന്നുകൊണ്ട് കോക്ക് റിവ്യൂ പറയും. ഇപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത പടമാണെങ്കിൽ നല്ലപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് തന്നെ കോക്ക് റിവ്യൂ പറയുകയും ചെയ്യും. അതൊക്കെ കാണാൻ രസമാണ്. പക്ഷേ അതൊക്കെ കാണുമെന്നല്ലാതെ ഞാൻ
ഞാനിതുവരെ കോക്കിൻ്റെ റിവ്യൂ കണക്കിലെടുത്തുകൊണ്ട് ഒരു സിനിമ കാണാതൊന്നും ഇരുന്നിട്ടില്ല. കോക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ പല സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോക്കിൻ്റെ റിവ്യൂ ഒക്കെ ആരെങ്കിലും മുഖവിലയ്ക്ക് എടുക്കും, വിവരമുള്ള ആൾക്കാർ മുഖവിലയ്ക്ക് എടുക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചെകുത്താനെ പോലുള്ള ആൾക്കാർ അത് മുഖവിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് എനിക്കൊന്നും പറയാനുമില്ല. കാരണം സിനിമ പോലും കാണാതെ റിവ്യൂ പറയുന്ന ഒരാളുടെ വാക്കിന് എന്തുമാത്രം വില നൽകണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും ചെകുത്താൻ ഇങ്ങനെ ചിരിച്ച് കളിച്ച് കോക്ക് പറയും, കോക്ക് മോശം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കോക്കിനോട് നല്ലത് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചെങ്കിലും ചെകുത്താൻ ചെറിയൊരു പണി കിട്ടി. കോക്ക് നേരിനെ പറ്റി നല്ല റിവ്യൂ ആണ് കൊടുത്തത്. അത് കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം കോക്ക് നേരിനെ കുറിച്ച് നല്ലത് പറഞ്ഞു, ചെകുത്താൻ ഊക്ക് കിട്ടിയത് കൊണ്ട് ചെകുത്താൻ ഒരു വീഡിയോ ആയിട്ട് വരികയുണ്ടായി. എന്തോ വാഴ നനയുമ്പോൾ ചീര നനയുന്നു അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് ചെകുത്താൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. നാളെ ഈ സലാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പടം റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ തിയേറ്ററിലൊക്കെ മിക്ക തിയേറ്ററിലും ഇനി സലാർ ആയിരിക്കും. അത് കുറെ ഓടും, കാരണം ഭയങ്കര പരിപാടിയല്ലേ. പ്രഭാസാണ് മുടിഞ്ഞ ബോഡി, പൃഥ്വിരാജ് മസില്, അതും ബോഡി ഇതും ബോഡി, മൊത്തത്തിൽ ബോഡി പരിപാടി നടക്കാൻ പോകും. അടി പിടി വെട്ട് കുത്ത് KGF-ന്റെ ഏതാണ്ടൊക്കെയാണൊക്കെ പറയുന്നത്. അപ്പോൾ നേരെന്ന് പറഞ്ഞ സിനിമയ്ക്ക് കുറച്ച് ഹോപ്പുണ്ട്. കാരണം സലാറിന് ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ നേര് കയറി കണ്ടോളും. അപ്പൊ ഈ മറ്റേ എന്തോ ചീര നനയ്ക്കുമ്പോൾ വാഴ നനയ്ക്കുമ്പോൾ ചീര നനയുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ വല്ലതൊക്കെ കിട്ടിയാൽ കൊള്ളാം. എന്താണെങ്കിലും കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ സലാറിന് ടിക്കറ്റ് കിട്ടാത്തവർ കാണേണ്ട പടം ഏതാണെന്ന് മനസ്സിലായല്ലോ. രണ്ടും ഏകദേശം ഈ പറഞ്ഞ ഫാൻസ് ഒക്കെ ഏകദേശം സെയിമാണ്, പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഒക്കെ. അപ്പൊ എന്താണെങ്കിലും തിയേറ്റർ വരെ പോയാൽ വലിയ നഷ്ടം ഉണ്ടാകത്തില്ല. സലാറിന് ടിക്കറ്റ് കിട്ടിയില്ലല്ലോ, അപ്പുറത്തുണ്ടല്ലോ നേര്. ചെകുത്താനെണ്ണ ആ കണ്ണീര് തുടച്ചു കളഞ്ഞിട്ട് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിശ്വസനീയമായിരുന്നു. എന്തായാലും കോക്ക് ചതിച്ചല്ലേ, കോക്ക് നല്ല റിവ്യൂ കൊടുത്തു നേരിന്. ഞാൻ വിചാരിച്ച ഒരു റിവ്യൂ കിട്ടിയതുമില്ല. അണ്ണൻ വിചാരിച്ച ഒരു നെഗറ്റീവ് റിവ്യൂ ആണ്, പക്ഷെ അത് കിട്ടിയില്ല. എന്താ ചെയ്യുക. നേരെന്ന് പറഞ്ഞ പടം ഒരു നല്ല പടം തന്നെയാണ്. അതിപ്പോൾ സലാർ വന്നാലും നേര് കാണാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ സിനിമ കാണുക തന്നെ ചെയ്യും. അതിനുശേഷം സലാർ കാണാൻ പോകും. സലാർ ഒട്ടും മോശം സിനിമയൊന്നുമല്ല. പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇത്രയും പ്രായമായിട്ടും പണ്ടങ്ങാണ്ട് നടന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഇപ്പോഴും മോഹൻലാലിനെ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന, ഇതുപോലെ പക്വതക്കുറവ് കാണിച്ച് നടക്കുന്ന നിങ്ങൾക്ക് പോലെ നാണമില്ലെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എന്തായാലും ഇത് പറഞ്ഞതുകൊണ്ട് ചെകുത്താനെണ്ണ നന്നാവാനൊന്നും പോകുന്നില്ല. നന്നായ ചെകുത്താന് കൊള്ളാം.